ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാറിന് ഹൈക്കോടതിയുടെ താക്കീത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി. യാത്രയ്ക്കായി ട്രാക്ടർ ഉപയോഗിച്ചുവെന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലെ തുടർ നടപടി ഹൈക്കോടതി അവസാനിപ്പിച്ചു. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. അടുത്ത 4 ആഴ്ച ടോൾ പിരിക്കരുതെന്ന് കോടതി ഉത്തരവ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. അടിയന്തരമായി സർവീസ് റോഡുകളെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്ന് കോടതി. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാകില്ലെന്ന് കപ്പൽ കമ്പനി. 9,531 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ നിലപാട്. MSC എൽസ അപകടത്തിൽപ്പെട്ടത് കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ലെന്നും കമ്പനി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കാണാതായത് സൈനികർ ഉൾപ്പെടെ 100-ലധികം പേരെയാണ്. 150-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കടാവർ നായകളെ എത്തിക്കും. കനത്ത മഴ തുടരുന്നത് രക്ഷാദൌത്യം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയില്ല. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താനാണ് പണനയ സമിതി യോഗത്തിലെ തീരുമാനം. പണപ്പെരുപ്പം, GDP വളർച്ച അടക്കം നിരവധി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക 25% പുറമെ അധിക തീരുവ പ്രഖ്യാപിച്ചേക്കും. 24 മണിക്കൂറുകളിൽ അധിക തീരുവ ചുമത്തുമെന്ന് CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കറും അജിത് ഡോവലും റഷ്യ സന്ദർശിച്ചേക്കും. റഷ്യയുമായി അമേരിക്ക നടത്തുന്ന യുറേനിയം, രാസവളം എന്നിവയുടെ വ്യാപാരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അക്കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ, പിഴ തുടങ്ങിയ ഭീഷണികൾ ഉയർത്തുന്നതിനിടെ റഷ്യയുമായുള്ള US വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യ വാദമുന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യൻ കരസേന. പൂഞ്ചിലെ കൃഷ്ണഘാട്ടി സെക്ടറിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നും ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന് കരസേന ആവശ്യപ്പെട്ടു. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ പ്രതിയായ തിരോധാന കേസുകളിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘം ആലപ്പുഴയിലെത്തി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംഘം ചർച്ച നടത്തുകയാണ്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീടും പരിസരവും പരിശോധിക്കും. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുപ്പ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിലെ പ്രാഥമിക പരിശോധനാ ഫലം പുറത്തുവന്നു. മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കിട്ടിയത് മനുഷ്യ അസ്ഥികൂടവും തലയോട്ടിയുമാണ്. 13ാം പോയിന്റിൽ തെരച്ചിൽ. കൂടുതൽ സ്ഥലങ്ങൾ പോയിന്റ് ചെയ്യുന്നതിൽ ഇന്ന് തീരുമാനമെടുക്കും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ വിമർശനത്തിൽ ഉറച്ച് സാന്ദ്ര തോമസ്. സ്ക്രൂട്ടിനിയുടെ പേരിൽ നടന്നത് നാടകമാണെന്ന് സാന്ദ്ര. സംഘടനയിലെ ചെറിയ വിഭാഗം മാത്രം എതിര് നിൽക്കുമ്പോൾ സിനിമാ മേഖലയിലെ ഭൂരിഭാഗവും തന്നെ പിന്തുണയ്ക്കുന്നവരാണെന്നും സാന്ദ്ര തോമസ്. സംഘടനയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമം തുടരും. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. ഇരിട്ടി, വിളമന, കരിമണ്ണൂരിലാണ് അപകടം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്താവിന്റെ വീട്ടുകാർ മരണവിവരം അറിയിച്ചില്ലെന്നാണ് ആരോപണം. ഭർത്താവിന്റെ അമ്മയുമായി ജിസ്നയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്നും കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ആരോപണം തള്ളി ഭർത്താവ് ശ്രീജിത്തിന്റെ ബന്ധുക്കൾ. സ്നേഹത്തോടെ ജീവിച്ചിരുന്ന രണ്ടുപേരും തമ്മിൽ വഴക്കോ സംഘർഷമോ ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ സ്വന്തം വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യയെന്നും ശ്രീജിത്തിന്റെ ബന്ധുക്കൾ.